all the colleagues of the UDF of mine who are assembled here on stage, and my sisters and brothers, thank you very much for being here today. വേദിയിലുള്ള ബഹുമാന്യരായ UDF-ന്റെ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സവിശേഷ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാനും നിങ്ങളെ അഭിമുഖീകരിക്കാനും നിങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ എനിക്ക് അനൽപമായ കൃതാർത്ഥതയുണ്ട്. I have an esteemed translator here today who is a great friend of my brothers. എൻ്റെ സഹോദരൻ്റെ ഇഷ്ടക്കാരനായ പരിഭാഷകനെയാണ് എനിക്കിന്ന് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. I know for 15 years here you have had an LDF MLA. Am I right? Yes, yes. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 15 വർഷം നിങ്ങൾ ഇവിടെ ഒരു LDF MLA ആണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയുണ്ടായത്. And yet am I right that you have one of the worst drinking water problems in the whole state over here? ഈ സ്റ്റേറ്റിൽ ആകമാനം ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. അത് ഏറെ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് കഴിഞ്ഞു പോയത്. Is that correct? അത് ശരിയല്ലേ? ശരിയല്ലേ? Correct. Nothing has been done to resolve that problem even after being 3 times your MLA. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാനോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു MLA ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. I'll tell you something very frankly. I am the MP from Wayanad, as you all know, for the last almost 1.5 years now. And my experience has been that we try to do many works. I go, I visit people, I understand their problems and their struggles. And when I come back, I try my best to resolve those problems. Many times those problems are related to the central government. Many times they are related to the state government. And many times we have to, whether they are, especially if there are problems to do with roads and problems to do with other basic amenities, healthcare, we have to approach the state government or the central government for some kind of support and assistance to resolve that problem. And for us, as an MP, it's very frustrating when I have to go and ask the state government or the central government, and I know that no matter how hard I try, unless they cooperate, I cannot resolve the problem. എൻ്റെ ഒരു അനുഭവം എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ വയനാടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗമാണ് എന്ന് നിങ്ങൾക്കറിയാം. ജനങ്ങൾക്കിടയിൽ ചെല്ലുമ്പോൾ അവർ ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്വാഭാവികമായും ജനപ്രതിനിധി എന്ന നിലയിൽ എന്നോട് പറയും. അതിൽ പല പ്രശ്നങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാകും, പല പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാകും. ഈ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് പരിഹാരം തേടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സംസ്ഥാന സർക്കാരിനെ സമീപിക്കേണ്ടതായിട്ട് വരും. എൻ്റെ വയനാട്ടിലെ ജനങ്ങൾ ഏതൊക്കെ പ്രശ്നങ്ങളുമായി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി എന്നെ സമീപിച്ചുവോ, ഏതൊക്കെ ഞാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പാകെ വെച്ചുവോ, ആ കാര്യത്തിലെല്ലാം കടുത്ത നിരാശയാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതൊന്നും തന്നെ പരിഹരിക്കാനോ അത് കേൾക്കാനോ ശ്രദ്ധിക്കാനോ തയ്യാറാകുന്ന ഒരു മനോഭാവം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ സാധിക്കുകയുണ്ടായില്ല. And as an opposition MP, it's frustrating to see that there are so many opportunities, so many things that could be done that are wasted. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഒരു പ്രതിപക്ഷ എന്നുള്ള MP എന്ന നിലയിൽ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ നമ്മളോട് പറയും. അതൊക്കെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധികൃതരുടെ മുമ്പിൽ വെക്കുമ്പോൾ ഒരു പരിഹാരവുമില്ലാതെ, അതിന് യാതൊരു രീതിയിലുള്ള പരിഹാര നടപടികളുമില്ലാതെ നിരാശപ്പെടേണ്ടി വരിക എന്നുള്ളത് ഒരു MP എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ ദുഃഖകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. So when I come to a constituency like yours, where I see that you have had an MLA for 3 terms, 15 years, and for 10 of those 15 years, his party, his LDF has been in power, and still you have the same problems. It doesn't only frustrate me, it makes me angry. അപ്പോഴാണ് ഇവിടെ ഈ മണ്ഡലത്തിലെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. 15 കൊല്ലം ഇവിടെ ഒരു ഇടതുപക്ഷ MLA ഉണ്ടായി.
അതിൽ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം ആ MLA-യുടെ മുന്നണിയാണ് ഈ കേരളം ഭരിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്നിട്ടും ഈ മണ്ഡലത്തിന് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ ആ ജനപ്രതിനിധിക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യമാണ്. Because it tells me that he didn't try hard enough, that he didn't use all the resources he had, and that he didn't care enough to solve those problems. അതായത് ഒരു ജനപ്രതിനിധി തന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചില്ല, തന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയില്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി തന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയോ ജനങ്ങളെ കെയർ ചെയ്യാൻ, ശ്രദ്ധിക്കാൻ മുന്നോട്ട് വരികയോ ചെയ്യാറായില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന പാഠം. If after 10 years in power and 15 years with your MLA being from the party that is in power for 10 years, you still have problems with your roads, healthcare system, with basic amenities like drinking water, then you have to think seriously about how you are going to bring about change. 15 കൊല്ലം ജനപ്രതിനിധിയായിരിക്കുക, അതിൽ 10 കൊല്ലം സ്വന്തം പാർട്ടി ഭരിക്കുക, എന്നിട്ടും നാട്ടിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് പരിഹാരമില്ലാതെ തുടർന്നു പോവുക എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും നിങ്ങൾ തീരുമാനമെടുക്കും മുമ്പ് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. There is nothing that you do not have in this beautiful land of Kerala. Nothing. You have beautiful nature, you have opportunities for tourism, you have lands that are cultivated, you grow the best fruit, you grow the best spices, you have people who are educated, intelligent, hardworking, diligent, who wherever in the world you go, you work hard, you make a living and a future for yourselves. You have so many assets that to see those assets being wasted is really nothing short of a tragedy. കേരളത്തിൽ എന്താണ് ഉള്ളത് എന്നതിനേക്കാൾ കേരളത്തിൽ എന്താണ് ഇല്ലാത്തത് എന്നാണ് നാം ആലോചിക്കേണ്ടത്. നീ എല്ലാമുള്ള മനോഹരമായ ഒരു സംസ്ഥാനമാണ് സുന്ദരമായിട്ടുള്ള ഈ കേരളം. നിങ്ങൾക്ക് നല്ല പ്രകൃതിയുണ്ട്, നല്ല വിനോദസഞ്ചാര സാധ്യതകളുണ്ട്, നിങ്ങൾക്ക് നല്ല മനുഷ്യ വിഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് നല്ല കൃഷിയിടങ്ങളുണ്ട്, നിങ്ങൾക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്. കേരളം അതിലൊക്കെ അപ്പുറം വലിയ ഒരു മാനവ വിഭവശേഷിയും നിങ്ങളുടെ കയ്യിലുണ്ട്. അധ്വാനിക്കാൻ തയ്യാറുള്ള ശക്തരായിട്ടുള്ള മനുഷ്യർ ഈ മണ്ണിൽ പാർക്കുന്നുണ്ട്. അത്രയേറെ സാധ്യതകളും വിഭവങ്ങളുമുള്ള കേരള സംസ്ഥാനത്തിന്റെ മുമ്പിൽ വൻ സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. You struggle and work hard to educate your children. Your children are some of the most educated in the whole country. And yet once they are educated, they find that in their own state they have hardly any job opportunities, any employment opportunities. നിങ്ങൾ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുന്നു, നല്ല വിദ്യാഭ്യാസം നൽകുന്നു. പക്ഷേ ഈ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ഇവിടെ തന്നെ ഈ മണ്ണിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ കുട്ടികൾക്കില്ല. കേരളത്തിൽ ജോലിയില്ലാത്തതിനാൽ അവർ മറ്റു വഴികൾ താണ്ടേണ്ടി വരുന്ന സാഹചര്യമാണ് കേരളീയരായിട്ടുള്ള യുവതലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Agriculture has such a big opportunity here. As I said, you grow fruits and spices which aren't comparable. In the whole world, I haven't been and seen such spices and such fruit as we get here in Kerala. But again, it's a wasted opportunity. നിങ്ങൾക്ക് കൃഷിയുടെ കാര്യത്തിലാണെങ്കിൽ വലിയ സാധ്യതകളാണുള്ളത്. നല്ല നല്ല കാർഷികോൽപ്പന്നങ്ങൾ കേരളത്തിലുണ്ട്. ഒന്നാന്തരം സുഗന്ധ വ്യഞ്ജനങ്ങളും പഴങ്ങളുമുണ്ട്. ലോകത്തെവിടെയും ഞാൻ കാണാത്ത സുഗന്ധ വ്യഞ്ജനങ്ങളും പഴങ്ങളും ഞാൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് സാധിക്കും. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും കാർഷിക രംഗം ശൂന്യമാണ്. അവിടെ പലതും നമുക്ക് നഷ്ടപ്പെടുകയാണ്. And the sad part is that with all these assets, with all this richness, with the culture that you have, with the strengths that you have to still leave your land and go far away to be able to earn and send money back to your families. ഇങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്? വിഭവങ്ങളുണ്ട്,
സൗകര്യങ്ങളുണ്ട്, പ്രകൃതിയുടേതായിട്ടുള്ള ഒട്ടേറെ വരദാനങ്ങളുണ്ട്. എല്ലാം ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള പുരോഗതി ആർജിക്കാൻ കഴിയാതെ, സമ്പാദിക്കുന്ന പണം പോലും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ നാട് വിട്ടുപോകുന്ന ചെറുപ്പക്കാരും കഷ്ടപ്പെടുന്നവരുമാണ് നമുക്ക് ഈ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. In December, I was traveling to America to meet one of my cousin sisters who was very unwell, and I was passing through Dubai. So I was carrying 2 bags, it was quite heavy, and suddenly somebody came, a very nice gentleman came who worked in the airport, and he picked up my bags and he said hello to me, put my bags on the security check very nicely, very courteously. And I looked at him, I asked him, where are you from? And he said, Madam, I am from Kerala. I felt so proud that my countrymen were doing whatever job they were doing, but doing that job beautifully and doing that job in a way that made me proud. ഞാനിവിടെ ഒരു വിദേശത്തൊരു യാത്ര പോവുകയുണ്ടായി, സുഖമില്ലാത്ത എൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ. ആ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ബാഗുമായിട്ട് ഞാൻ വിമാനത്താവളത്തിൽ മടക്കയാത്രയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നെ സഹായിക്കുകയും സ്നേഹപൂർവം എൻ്റെ കൂടെ എന്നെ സഹായിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയും ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ ബാഗ് വാങ്ങുന്നുണ്ട്, സെക്യൂരിറ്റിക്ക് പോകുമ്പോൾ ആ ബാഗ് വെക്കേണ്ടടുത്ത് വെക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സഹയാത്രികനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് എന്ന്. ആ സഹോദരനോട് പറഞ്ഞു, മാഡം ഞാൻ കേരളീയനാണ് എന്ന്. ഇതാണ് കേരളം, ഇതാണ് കേരളത്തിൻ്റെ സംസ്കാരം, ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ സ്വഭാവം, രീതി എന്ന് പറയുന്നത്. എവിടെ പോയാലും കേരളീയർ പ്രകടിപ്പിക്കുന്ന ഈ സാംസ്കാരികമായ മഹിമ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. And these young people who go far away from their own country to go and earn a living, they face great difficulties. It is not their own land. They have to make a life for themselves there. They have to make an effort to meet people, to struggle, to get themselves into a position to be able to send money back to their families. It's not easy. It's very difficult for them. So that when the war broke out in the Middle East, my first thoughts were with all those young men and women who are far away from their relatives. And as a mother myself, I was thinking how their parents, how their sisters and brothers here in Kerala must be worried sick about them, wondering how are they going to manage? Are they going to be safe? Are they going to be secure? Will they be able to come back home to us? വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് വളരെ വലിയ ഉത്കണ്ഠകളാണ് നമ്മളുള്ളത്. അവർ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, വിയർപ്പൊഴുക്കുന്നു കുടുംബം പുലർത്തുന്നതിന് വേണ്ടി. അവർ സമ്പാദിക്കുന്ന പൈസ, പണം നാട്ടിലേക്ക് അയക്കാനും എത്തിക്കാനും അതിലൂടെ കുടുംബത്തെ പരിപാലിക്കാനും അവർ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഞാനൊരു മാതാവാണ്, അതുകൊണ്ട് മക്കളുടെ വേദന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ, കഷ്ടപ്പെടുന്ന കുട്ടികൾ, ഇളം തലമുറയിൽപ്പെട്ടവർ, അവർ ജീവിതത്തിന് വേണ്ടി മറ്റിടങ്ങളിൽ പോയി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ വളരെ വലിയ പരിഗണന അർഹിക്കുന്ന കാര്യമാണ്. And I feel that it is sad that as time is going on, and we have in the center a government that shows no compassion for the people of our country. You have in the state a government that shows no compassion. And as time is going on, as people, as citizens of India, we expect less and less from our government. So when there is a crisis, like the crisis in the Middle East, and our governments do nothing to protect our people, they don't provide any safety, any security, any plan as to how are we going to bring them back, how are we going to help them over there. They don't stand up for what our country has stood up for all of these decades. They don't stand up for Indians, they don't stand up for India. We don't even expect that anymore because we are so disappointed with what the center is and what the state government is today. കേന്ദ്രം ഭരിക്കുന്നവരിലേക്ക് നോക്കൂ, സംസ്ഥാനം ഭരിക്കുന്നവരിലേക്ക് നോക്കൂ. ഒരു കാര്യത്തിൽ ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാണ്. അത് രണ്ട് കൂട്ടർക്കും കരുണയില്ല എന്നുള്ളതാണ്. ജനങ്ങളോടുള്ള കാരുണ്യമോ ജനങ്ങളോടുള്ള പരിഗണനയോ ഈ രണ്ട് കൂട്ടരിലും കാണാൻ സാധിക്കുന്നില്ല. പ്രയാസങ്ങൾ വരുമ്പോൾ
പ്രതിസന്ധികൾ വരുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ, ജനങ്ങളോടുള്ള കരുതൽ, ജനങ്ങളെ കാരുണ്യപൂർവ്വം അവരോട് വർത്തിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും ഈ രണ്ട് സർക്കാരുകളും തയ്യാറാകുന്നില്ല. ഈ രണ്ട് സർക്കാരുകളുടെ കാര്യത്തിൽ നാം അങ്ങേയറ്റം നിരാശരാണ്. ആ നിരാശക്കുള്ള കാരണം അവരുടെ പ്രവർത്തനങ്ങളിലെ കാരുണ്യരാഹിത്യമാണ് എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മറുനാടുകളിൽ ചെന്ന് അധ്വാനിക്കുന്നവർ, ആ കുടുംബങ്ങളിൽപ്പെട്ടവർ, കുട്ടികൾ, ചെറുപ്പക്കാർ നാട്ടിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുമ്പോൾ അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ, അതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ, എപ്പോഴൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്നുവോ അതിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാരുകളെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. But this is not how it should be in a democracy. In a democracy, our expectations of our government should always be high. In a democracy, we should expect that our government fights for us, stands for what we believe in, speaks of the values of our constitution and for what our country has always stood for. ഇതൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനാധിപത്യത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ ഉന്നതമാണ്. വലിയ വലിയ ഉന്നതമായ പ്രതീക്ഷകളുടെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, ജനങ്ങളെ ചേർത്ത് പിടിക്കണം, ജനങ്ങളുടെ ശബ്ദം അവർ മുഴക്കണം. ജനങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ ആ ജനങ്ങളുടെ നേരെ സഹായത്തിന്റെ കരം നീട്ടുന്ന സർക്കാരാണ് ശരിയായ സർക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സർക്കാരുകളുടെ പ്രവർത്തന രീതി ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. In a democracy, it is our right to demand, it is our right to question, it is our right to express ourselves, and it is our right to expect that in situations like this, our government steps forward and comes and provides us the safety, the security that we require. ജനാധിപത്യത്തിൽ ചോദ്യം ചോദിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. ജനാധിപത്യത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. ജനാധിപത്യത്തിൽ ശബ്ദിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശബ്ദിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത്. But unfortunately, my sisters and brothers, the truth is that we are being led by cowards today. പക്ഷേ ഇന്ന് നാം ഭീരുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ. We have a prime minister who doesn't even have the guts to open his mouth when thousands and thousands of children are being killed in Palestine. ഇന്ന് ശബ്ദിക്കാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രിയെ നാം കാണുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഫലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ എന്ന് ഉരിയാടാൻ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രിയെയാണ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. We have a prime minister who goes running to Israel 2 days before this war begins and bows down to them and receives medals for them from them in his own name. യുദ്ധം തുടങ്ങുന്നതിന് കൃത്യം 2 ദിവസം മുമ്പ് ഇസ്രായേൽ ചെന്ന് സന്ദർശിച്ച് അവിടെ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. We have a prime minister who signs a deal with the Americans in which our farmers who grow these beautiful spices and these beautiful fruit and toil day and night in the heat, in the dust, with their sweat and blood to raise their families. Our farmers are now going to be competing with huge mechanized farms in the US. We are going to have tariffs put on us and their taxes have been removed by us. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, അമേരിക്കയുമായിട്ട് ഒരു ഇടപാട് നടത്തിയ പ്രധാനമന്ത്രി. ആ ഇടപാട് നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ കർഷകരെയാണ്. ആ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അതിന് വില കിട്ടാത്ത അവസ്ഥയുണ്ടാക്കി വിദേശ കുത്തകകൾക്ക് നമ്മുടെ വിപണികൾ തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിലെ കർഷകർ വിദേശത്തെ ഹൈടെക് കൃഷിക്കാരുമായിട്ട് മത്സരിക്കാൻ പോകുന്നത്? അവർക്കത് മത്സരിക്കാൻ കഴിയില്ല, അവർ പിന്തള്ളപ്പെടും. അങ്ങനെയുള്ള ഇടപാടാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. We have a prime minister so hungry for power and so deeply compromised that to save himself from his name being in the Epstein files, he signs a deal with the Americans in which we have to buy 9 lakh crore rupees worth of goods from them. അധികാരത്തോടുള്ള ആർത്തിയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എപ്സ്റ്റീൻ ഫയൽസ് പോലുള്ള നടപടികളിൽ നിന്ന്
തന്നെ മുക്തി നേടുന്നതിന് വേണ്ടി, മോചനം നേടുന്നതിന് വേണ്ടി ഓരോരോ ഇടപാടുകളും നടപടികളുമാണ് ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. And they will tell us where to buy oil from, who to buy oil from, when to buy it, when to stop buying it. Our energy security is now in the hands of the Americans. വിദേശ രാജ്യങ്ങളാണ് ഇനി കൽപ്പിക്കുക നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ എന്ത് വാങ്ങണം, ആരിൽ നിന്ന് വാങ്ങണം, നമ്മൾ എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ ആരിൽ നിന്ന് വാങ്ങണം, അത് തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുന്ന ഇടപാടുകളും കരാറുകളുമാണ് ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. We are being led by cowards who will do anything for power, who will do anything to protect themselves. On the one hand, Modi ji is trying to protect himself from being in the Epstein files and doing all this with Israel and the US. On the other hand, the Chief Minister of Kerala is trying to protect himself from all the corruption that he is doing, and he is making secret deals with Modi ji. സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഈ ഭരണാധികാരികൾ. പ്രധാനമന്ത്രി എപ്സ്റ്റീൻ ഫയൽസ് പോലുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരോ നടപടികൾ ചെയ്യുന്നു. ഇവിടെ കേരളത്തിലുള്ള ഒരു മുഖ്യമന്ത്രി തന്റെ നേരെ വരുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പ്രധാനമന്ത്രിയുമായി ഭരണാധികാരി കേന്ദ്രവുമായി രഹസ്യ ഇടപാടുകൾ നടത്തുന്നു. അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടി ജനങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏത് നടപടികളും സ്വീകരിക്കുന്ന ഭരണകൂടങ്ങളെയാണ് രണ്ടിടങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Sisters and brothers, in Indian politics today, you know how to recognize someone who is standing for the truth and someone who has made a compromise. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, വിട്ടുവീഴ്ചയുടെ രാഷ്ട്രീയമാണ് ഇന്ന് കാണുന്നത്. ഓരോരോ കാര്യങ്ങളിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണത്തിലിരിക്കുന്നവർ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. All those standing for the truth have ED cases, income tax cases, CBI cases. They have been harassed, arrested, but none of this has happened to the Chief Minister of Kerala. അതേസമയം സത്യം പറയുന്നവർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സത്യം തുറന്ന് പറയുന്നവർ, രാഷ്ട്രീയ രംഗത്തുള്ളവർ, അവർ പീഡിപ്പിക്കപ്പെടുന്നു. അവർക്ക് നേരെ കേസുകൾ ഉണ്ടാകുന്നു, അവർക്ക് നേരെ CBI കേസ് ചാർജ് ചെയ്യപ്പെടുന്നു. ഓരോരോ നടപടികൾ അവർക്കെതിരെ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു നടപടിയും ഉണ്ടായിത്തീരുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. There was a massive theft in Sabarimala. Was there a single word said by the Prime Minister? Any CBI case, any ED case? ശബരിമലയിൽ ഒരു വൻ മോഷണം ഉണ്ടായി. എന്തെങ്കിലും ഒരു നടപടി ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായോ? ഒരു CBI കേസ് ചാർജ് ചെയ്യപ്പെടുകയുണ്ടായോ? No, there wasn't. And that is because there is a deal between the CPM and the BJP. അതെല്ലാം CPIയും BJPയും തമ്മിലുള്ള രഹസ്യ ഇടപാടിനെയാണ് അനാവരണം ചെയ്യുന്നത്. You all live here. You know how contracts are awarded, how much corruption there is at every level of governance. And yet, there is not a single income tax case or an ED case. ഇവിടെ നടക്കുന്ന ഭരണത്തിന്റെ രീതികൾ നിങ്ങൾക്കറിയാം, അഴിമതി നിങ്ങൾക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്കറിയാം. പക്ഷേ അതിനെതിരെയൊന്നും ഒരു നിയമ നടപടിയോ ഒരു കേസോ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. There is no accountability anymore and no sense of duty and responsibility towards the public. കണക്ക് കൊടുക്കേണ്ട ബാധ്യത എന്ന ഒന്ന് ഇല്ലാതായിരിക്കുന്നു. ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്ന ഒന്ന് ഇല്ലാതായിരിക്കുന്നു. ഉത്തരവാദിത്ത ബോധം അസ്തമിച്ചിരിക്കുന്നു. Those who have been in power for 10 years believe that they are going to be in power forever. 10 കൊല്ലം ഭരണത്തിലിരുന്നവർ വിചാരിക്കുന്നത് തങ്ങളെക്കാലവും ഈ ഭരണക്കസേരയിൽ ഉണ്ടാകും എന്നാണ്. But I really truly believe that the time has come now to make them accountable. പക്ഷേ അവരെ കൊണ്ട് കണക്ക് പറയിക്കേണ്ട സമയമാണ് വന്നിരിക്കുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. The time has come to make them responsible. അവരെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റേണ്ട സമയമാണ് വന്നിരിക്കുന്നത്. Because as I said, this is a democracy, and in a democracy the government is answerable to you. കാരണം ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾ തെരഞ്ഞെടുത്തവർ ഭരിക്കുന്ന അവരോട് കണക്ക് കൊടുക്കാനും ഉത്തരവാദിത്തം പുലർത്താനും ആവശ്യപ്പെടുന്ന സംവിധാനമാണ്. You don't need to have a drinking water problem.
നിങ്ങൾക്കൊരിക്കലും ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. You don't need to suffer for the most basic amenities. ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിഷമിക്കേണ്ടി വരരുത്. My sisters, you face price rise every single day. The price of LPG is going up every single day. You have to struggle every single day. You don't need to be struggling like that. എൻ്റെ പെങ്ങന്മാർ ഓരോ ദിവസവും വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഓരോ ദിവസവും വില കയറിക്കൊണ്ടിരിക്കുന്നു. പാചകവാതകം വലിയ തോതിൽ വിലക്കയറ്റം അനുഭവിക്കുന്നു. എൻ്റെ പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ വിലക്കയറ്റത്തിന്റെ രൂക്ഷത, അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. With a strong government that truly believes in helping you, in supporting you to give you a better and brighter future, that understands that every penny that it spends should be money spent on you, not money put in their pocket. A strong government can build your future like nothing else. ഒരു ശക്തമായ ഗവൺമെന്റ് വരണം. ആ ശക്തമായ ഗവൺമെന്റ് നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ സഹായിക്കണം, നിങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങളെ ചേർത്ത് പിടിക്കണം. നിങ്ങളിൽ നിന്ന് നേടുന്ന ഓരോ തുണ്ട് പണവും ഓരോ നയാ പൈസവും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന, നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സർക്കാരായിരിക്കണം ഇവിടെ ഉണ്ടായി വരേണ്ടത്. The agricultural sector needs to be strengthened. You have jewels here like spices and coffee and fruits. Your tourism can be strengthened to become comparable to any other place in the world. Your dairy sector can be strengthened. There is so much that needs to be done. Strengthen our hands, help us to make a plan, have a vision, and make you prosper and move into the future with strength. നിങ്ങളുടെ കാർഷിക രംഗം ശക്തിപ്പെടുത്തണം. നിങ്ങളുടെ കാർഷിക രംഗം വളരെ സമ്പന്നമാണ്. നിങ്ങൾ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങളുടെ ടൂറിസം ശക്തിപ്പെടുത്തണം. എവിടെയും കാണാത്ത ടൂറിസ്റ്റ് സാധ്യതകൾ ഈ സംസ്ഥാനത്തുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മെച്ചപ്പെട്ട ജീവിതം ജനങ്ങൾക്കുണ്ടാക്കണം. ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണം. പ്രയാസപ്പെടുന്നവരെ ആ പ്രയാസത്തിൽ നിന്ന് കരകയറ്റണം. അതിനെല്ലാമുള്ള മനസ്സ്, അതിനെല്ലാമുള്ള കാഴ്ചപ്പാട്, അതിനെല്ലാമുള്ള മാനസികമായിട്ടുള്ള സന്നദ്ധത, മനോഭാവം, ആ മനോഭാവമുള്ള ഒരു സർക്കാർ ഇവിടെ അധികാരത്തിലെത്തണം. Our UDF candidate this time, Mr. V.S. Joy. He's from my area, and so I know him well. And he's a young man who works hard in a dedicated way. I know that he's going to do well for you. I know that he's going to work for you with full dedication and diligence. നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി മിസ്റ്റർ ജോയ് എൻ്റെ മേഖലയിൽ നിന്നാണ്, അതായത് എൻ്റെ നിയോജക മണ്ഡലക്കാരനാണ്. എനിക്ക് ഈ ചെറുപ്പക്കാരനെ അറിയാം. പ്രത്യുൽപ്പന്ന മതിയായ പ്രഗത്ഭനായ ചെറുപ്പക്കാരനാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരനാണ്. എനിക്കുറപ്പുണ്ട്, നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് വേണ്ടി സേവന സന്നദ്ധനായി കർമ്മരംഗത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മിസ്റ്റർ ജോയ് ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസം ഉണ്ട്. And if you support us to make a government in Kerala, then you will strengthen his hands even more and our hands even more, and there is so much that we will be able to do for you. കേരളത്തിലൊരു ശക്തമായ ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കേരളത്തിലൊരു ഭരണമാറ്റം യാഥാർത്ഥ്യമാകണമെന്ന് നിങ്ങൾ അഭിലഷിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മിസ്റ്റർ ജോയിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം എന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. There are 5 Indira guarantees that the UDF has put forward. I want to tell you each one of them so that you know that this is a small part of what we want to do, but we want to make your lives easier. We want to end this struggle that you have been living for 10 years. We want you to be able to prosper. UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികൾ നിങ്ങളുടെ മുമ്പാകെയുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഞാനത് നിങ്ങളോട് എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതം ക്ഷേമകരമാക്കാനാണ്, ശുഭകരമാക്കാനാണ്. നിങ്ങളെ ഈ അവസ്ഥയിൽ വിട്ടേച്ചു പോകാനല്ല, ഈ അവസ്ഥയിൽ നിന്ന് ശോഭനമായ പുരോഗമനത്തിന്റെ, ക്ഷേമത്തിന്റെ മറ്റൊരവസ്ഥയിലേക്ക് ഉയർത്താനാണ്. So my sisters, you might know that in Karnataka the Congress government gave free travel, bus travel to all women. Here also, if our government comes, we want to give free bus travel on all state buses to all of you. You can go and visit your relatives, go on pilgrimages, everything for free.
എൻ്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് നന്നായിട്ടറിയാം, കർണാടകയിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാണ്. UDF കേരളത്തിലും അത് സ്ത്രീകൾക്ക് സൗജന്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ സർക്കാർ ബസ്സുകളിൽ സുഗമമായിട്ട് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഏത് ബസ്സിലും കയറാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളെ കാണാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാത്രകൾ നടത്താനോ പൂർണ്ണമായ സൗജന്യ യാത്ര ഏർപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംവിധാനമായിരിക്കും. We will give 1,000 rupees per month to all college going girls. കോളേജിൽ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും 1000 രൂപ ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെ UDF ഒരുക്കുന്നതാണ്. And a 3,000 rupee per month pension to all the elderly, senior citizens and vulnerable people, along with a special ministry for senior citizens. മുതിർന്ന പൗരന്മാർക്ക്, വയോധികർക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി 3000 രൂപ നൽകാനാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കാനും ഐക്യജനാധിപത്യ മുന്നണി ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. When there was a Congress government in Rajasthan, there was a scheme in which every household would get 25 lakhs of health insurance, which means that up to 25 lakhs, whatever health problem people had, whether they had cancer, heart disease or lung problems, even if they needed a surgery, the government would pay for it, so they would not have to pay a single rupee. We have decided that if we have a government in Kerala, we will make the same scheme in Kerala, 25 lakhs per household health insurance, so that every health cover, every health care, medicine, surgery, anything that is required up to 25 lakhs will be free for every household. രാജസ്ഥാനിലെ ഗവൺമെന്റ്, നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് ഒരു പ്രത്യേക കാരുണ്യ പദ്ധതി കൊണ്ടുവരികയുണ്ടായി. 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണത്. അതായത് 25 ലക്ഷത്തിന്റെ താഴെ വരുന്ന, 25 ലക്ഷത്തിന്റെ ഉള്ളിൽ വരുന്ന ചികിത്സാ ചെലവുകൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെലവുകൾ അതെന്താകട്ടെ, അത് തീർത്തും ഗവൺമെന്റ് സൗജന്യമാക്കുന്ന ഒരു നടപടിയായിരിക്കും കേരളക്കരയിൽ ഐക്യമുന്നണിയുടെ സർക്കാർ നിലവിൽ വന്നാൽ ഉണ്ടായിത്തീരുക. And the last fifth guarantee is that we will give interest-free loans of 5 lakh rupees to any young man or woman who wants to start his or her own business. വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ വ്യവസ്ഥ, വളരെ ആകർഷകമായിട്ടുള്ള കാര്യം, 5 ലക്ഷത്തിന്റെ പലിശരഹിത വായ്പയാണ്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് 5 ലക്ഷത്തിന്റെ പലിശരഹിത വായ്പ നൽകുന്ന ഒരു സംവിധാനം, ഒരു സംരംഭം കേരള ഗവൺമെന്റ് ഐക്യമുന്നണി അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കും. And this is only a small part of what we want to do. We have a vision to make Kerala the foremost state, developed state. And I urge you, my sisters and brothers, you have everything, as I said. You have natural assets, you have the asset of an educated, intelligent population. You have everything. Now you need a government that maximizes what you have, that uses what you have for your own benefit, and creates here a new plan for your future, so that your children don't have to worry. They don't have to go abroad to get jobs and send money back to you, so that they can get employment here, that opportunities can be created for them here on your own land. So please, when you go to vote on the 9th, think carefully. Look back at the last 10 years and see what have you got from the LDF government. You've got price rise, you've got more and more struggles, you've got unemployment, you've got a politics that is focusing on corporates, corruption, but not on your development. So really, it is your responsibility towards your children, towards the future of this beautiful state, to now bring in a government that works hard to protect you, to improve your lives and to give you a better future. We are prepared to do that. We are prepared to work all together to make you stronger and give you a better future. Strengthen our hands, make our candidates win, so that you can see
how well a government can function in the next 5 years. Thank you very much for standing here and listening to me. It's very hot today and you've taken time out of your day. I'm very grateful to you. പ്രിയപ്പെട്ടവരെ, UDF ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അത് എല്ലാമല്ല, ഒരുപാട് കാര്യങ്ങൾ UDF ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ നിങ്ങൾ കേരളീയർക്ക് എല്ലാമുണ്ട്. വിഭവങ്ങളുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്, മനുഷ്യ വിഭവങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാടിനെ മെച്ചപ്പെടുത്തണം, മുന്നോട്ട് കൊണ്ടുപോകണം, ക്ഷേമം ഉറപ്പാക്കണം, കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കണം. മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ ലഭിക്കാവുന്ന തൊഴിൽദാന പദ്ധതികൾ ഉണ്ടാകണം. UDF അതിനുവേണ്ടി എല്ലാം പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കണം. ഇനിയുള്ള ഭാവിയിലേക്ക് ഉറ്റുനോക്കണം. അങ്ങനെ ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ക്ഷേമമുള്ള ഒരു സംസ്ഥാനം, ഒരു കേരളം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ജോയിയെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല ചൂടുള്ള സമയമാണ്. ഈ കാലാവസ്ഥയിലും ഇത്രയേറെ സമയം ഇവിടെ കാത്തുനിന്ന് നിങ്ങൾ എന്നെ കേൾക്കുകയും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്തതിൽ എനിക്ക് വലിയ നന്ദിയുണ്ട്. നിങ്ങളോട് കടപ്പാടും. Thank you, Jai Hind.